നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. കൈനഗിരി കരിഞ്ഞുണങ്ങുന്നു. ചേന്നങ്കരിക്കാർക്ക് തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളമില്ല. ഉണങ്ങി വരേണ്ട തൊണ്ടയുമായി വൃദ്ധയുടെ പ്രാക്ക് ജനപ്രതിനിധികൾക്ക് നേരെ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ 71.2% പോളിംഗ്. ആലപ്പുഴയിൽ 78.8% പോളിംഗ് രേഖപ്പെടുത്തി. കണക്കിലെ കളികളും അവകാശവാദങ്ങളും ഉയർത്തി മുന്നണികൾ. അവകാശവാദങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നേതാക്കൾ. ചെങ്ങറ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് തോമസ് ചാണ്ടി. കൈനഗിരി റീപോളിംഗ് നടത്തണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. യുവാക്കൾ തുണയ്ക്കുമെന്ന് പി സുധീർ. വാർത്തകൾ വിശദമായി. കൈനഗിരി പഞ്ചായത്തിലെ ചേന്നങ്കരിയിൽ ശുദ്ധജലം കിട്ടാതായിട്ട് 1 മാസമായി. ഇവിടുത്തുകാർ വെള്ളം തീവിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ. ജലത്തിനു വേണ്ടിയുള്ള സമരം ആസൂത്രണം ചെയ്യുകയാണ് ചേന്നങ്കരിക്കാർ. ഇത് കൈനഗിരി പഞ്ചായത്ത് ചേന്നങ്കരി 6ാം വാർഡാണ്. ഇവിടെ കുടിവെള്ളം ലഭിച്ചിട്ട് മാസങ്ങളായെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ വോട്ടിനു വേണ്ടി മാത്രം ഇവരെ ആശ്രയിക്കുകയും തെരഞ്ഞെടുത്തതിന് ശേഷം ഇവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഒരു ജാർ കുടിവെള്ളത്തിന് 60 രൂപ കൊടുത്ത് വാങ്ങേണ്ട ഏറ്റവും നികൃഷ്ടമായ അവസ്ഥയാണ് ഈ ചേന്നങ്കരി നിവാസികൾക്ക് ഇപ്പോൾ ഉള്ളത്. കുട്ടനാട്ടിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനായി നീരേറ്റുപുറം പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ചേന്നകരിക്കാർ ശുദ്ധജലത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. എല്ലാ പൊതു തിരഞ്ഞെടുപ്പുകളിലേതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും പ്രധാന വിഷയമായി രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കാട്ടിയത് ശുദ്ധജലക്ഷാമം തന്നെയായിരുന്നു. കാലാകാലങ്ങളിൽ ഭരിക്കുന്നവർ തങ്ങളുടെ മൌലികാവകാശം ലംഘിക്കുകയാണെന്ന് ഇവിടുത്തുകാർ അഭിപ്രായപ്പെടുന്നു. ഇവിടെ ഞങ്ങൾ കാശ് കൊടുത്ത് പൈപ്പിട്ടതാ, എന്നിട്ട് പോലും വെള്ളമില്ല. ഇവിടെ കിടക്കുന്നുണ്ടോ? നല്ല കിടപ്പല്ലേ. ഈ വെള്ളമാണ് ഞങ്ങൾ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയാന്ന് വരും. അവർ വോട്ടിന് വരും. വോട്ട് വന്ന് കോടതിയെ ചോദിക്കുക, ഞങ്ങൾ ചെയ്തേക്കാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എന്നതാ ഇത്തവണ വോട്ട് നിങ്ങൾ ചെയ്തായിരുന്നു? ഇത്തവണ വോട്ടൊക്കെ ചെയ്തേതായാലും നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തു. വരുമ്പോ പറയാം, അയ്യോ നിങ്ങൾ വോട്ട് ചെയ്തേര്. ഞങ്ങളുടെ വീട്ടുകാരും കൂടെ പറയുന്നത്. ഇങ്ങനെയാ എങ്ങനെയാ പറയാതിരിക്കുന്നത്? ഇപ്പൊ നീലേറ്റുപുറം കുടിവെള്ള പ്ലാന്റിന്റെ കാര്യങ്ങളല്ലേ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. വെള്ളം വിതരണം ചെയ്തു തുടങ്ങി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾക്ക്. പിന്നെ 4 ദിവസം ഇവിടെ വെള്ളം ഇല്ലാതായിട്ടു. മറ്റേ ഒരു കുടം വെള്ളം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇത്രയും ആളുകൾക്ക് ഒരു കുടം വെള്ളം എന്നെ എടുക്കാന്. ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സമീപത്തുള്ള തോടിനെയാണ്. എന്നാൽ ഈ തോട്ടിലെ വെള്ളം ഒഴുക്ക് നിലച്ച് കലങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ വർഷം പുളുങ്കുന്നിൽ വൃത്തിഹീനമായി കിടന്ന ജലം ഉപയോഗിച്ച് 4 പേർക്ക് കോളറ റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗം വന്നതിന് ശേഷം മാത്രം ചികിത്സിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇത്തവണയും പകർച്ചവ്യാധികൾ പിടിപെട്ടതിനു ശേഷം മാത്രമേ ഈ പ്രദേശത്തെ ജനങ്ങളെക്കുറിച്ച് വേണ്ടപ്പെട്ട അധികാരികൾ ചിന്തിക്കുകയുള്ളൂ എന്ന് ഇവിടുത്തെ നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. കുട്ടനാടെന്ന് പറയുന്നത് വെള്ളത്തിന്റെ പ്രളയമാണ്. പക്ഷെ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് മുഖം കഴുകാനോ കയ്യാൽ കഴുകാനോ കുടിക്കുവാനോ ഇവിടെ കിട്ടത്തില്ല. എല്ലാ വർഷവും വോട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളുടെ വീടുകളിൽ എല്ലാവരും വന്ന് പുതിയ വാഗ്ദാനങ്ങളൊക്കെ തന്നു പോകും. ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഒന്നും തരുന്നില്ല. ഈ വെള്ളം നമുക്കൊന്നും തരണ്ട, ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം മാത്രം തന്നാൽ മതി. ഈ ചെളിവെള്ളവും ഈ പോളയും കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഈ തോട്ടിൽ എവിടുന്ന് പോയി വെള്ളം കൊണ്ടുവരാനോ? ഒരു സ്ഥലത്ത് പോലും വെള്ളമില്ല. വള്ളത്താൽ വന്നാൽ ഒരു കുടം വെള്ളം മാത്രം ഞങ്ങൾക്ക് കിട്ടും. ഈ വെള്ളം കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കുമോ? എല്ലാ പാർട്ടിക്കാരും വന്ന് വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിക്കും. അതാണ്. തോടാണെങ്കിൽ കുണ്ടം കൊണ്ട് നിറഞ്ഞു കിടക്കുക. 2 മോട്ടർ അടിച്ച് വെള്ളം കലക്കി വന്നിട്ട് ഒരു നേതാക്കന്മാർ പോലും ഇതൊന്നും തിരക്കാനായിട്ട് ആരും വന്നിട്ടില്ല. ഞങ്ങൾ പിന്നെ എങ്ങനെ കഴിഞ്ഞുകൂടും? ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ചേന്നങ്കരി നിവാസികൾ ആരോട് സങ്കടം പറയും? ഇത്തവണയും 100 കണക്കിന് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഇവിടെ നേതാക്കൾ ഇലക്ഷന് വന്നെത്തിയിരിക്കുന്നത്. ഭരിക്കുന്ന 5 വർഷക്കാലം പഠിക്കുകയും ഭരണം പോയതിനു ശേഷമുള്ള 5 വർഷക്കാലം പഴിക്കുകയും ചെയ്യുന്ന നിലപാടുകളാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ കാലാകാലങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ദുഃഖം ആര് കാണും? മെയ് 16 വരെ നമുക്ക് കാത്തിരിക്കാം. പുതിയ ഭരണകർത്താക്കൾ ഇവരുടെ സങ്കടം മാറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ക്യാമറമാൻ വിനോദ് കൈനേരിക്കൊപ്പം സാനു കെ സജീവ്, KCV ന്യൂസ്. മാവേലിക്കരയിലും ആലപ്പുഴയിലും കനത്ത പോളിംഗ്. അവകാശവാദങ്ങളുമായി ഇടത് വലത് മുന്നണികൾ. കൂട്ടലും കിഴിക്കലുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവം. വോട്ട് ചെയ്യാനായി പുലർച്ചെ മുതൽ കാത്തിരുന്ന ജനം നിശ്ചിത സമയം കഴിഞ്ഞും രാത്രി വരെ നീണ്ട വോട്ടെടുപ്പാണ് നടന്നത്.
എല്ലാം കഴിഞ്ഞപ്പോൾ മാവേലിക്കരയിൽ 71.2%, ആലപ്പുഴയിൽ 78.8% പോൾ ചെയ്തു. കഴിഞ്ഞ തവണ മാവേലിക്കരയിൽ 70.56% ഇത്തവണ 71.2 ആലപ്പുഴയിൽ 78.8% നിൽക്കുന്നു. മാവേലിക്കര മണ്ഡലത്തിലെ കുട്ടനാട്ടിൽ മാത്രമാണ് ഉച്ചയോടെ 50% വോട്ട് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും രാവിലെ മുതൽ കനത്ത പോളിംഗ് ആയിരുന്നു. ഇവിടെയെല്ലാം ഉച്ചയോടെ 50% വോട്ടിംഗ് രേഖപ്പെടുത്തി. ഇടത് വലത് മുന്നണികളിലെ പ്രവർത്തകർ നിർബന്ധമായി എല്ലാ വോട്ടർമാരെയും വോട്ട് ചെയ്യിച്ചതാണ് ഇതിന് കാരണം. ആലപ്പുഴയിലെ അരൂർ, ചേർത്തല, ആലപ്പുഴ, ഹരിപ്പാട്, കായംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഉച്ചയോടെ 50% കടന്നത്. മാവേലിക്കരയിൽ തണുപ്പൻ പ്രതികരണമാണ് ഉച്ചവരെ ഉണ്ടായിരുന്നത്. 45.2% ഉച്ചവരെയുള്ള പോളിംഗ്. എന്നാൽ പോളിംഗ് ഉയരുന്നതിനനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ കണക്കുകൂട്ടലുകളും നീളുകയാണ്. പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ ആനുകൂല്യം തങ്ങളുടെ മുന്നണികൾക്ക് അനുകൂലമാകുമെന്നാണ് പ്രധാന 2 മുന്നണികളുടെയും അവകാശവാദം. പല തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലും സമയം കഴിഞ്ഞും നീണ്ട ക്യൂ അനുഭവപ്പെട്ടു. പോളിംഗ് ശതമാനം ഉയരാൻ കാരണം ജനങ്ങൾ കൂടുതൽ ജനാധിപത്യ ക്രമത്തിൽ പങ്കെടുക്കുന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമായി കണക്കാക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ വാശിയേറിയ പോളിംഗ് ആണ് ഉണ്ടായിരുന്നത്. പരസ്പരം വ്യക്തിഹത്യ നടത്തുന്ന ആരോപണങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ഏതായാലും മുന്നണി നേതാക്കൾക്ക് ഉറക്കമുണ്ടാവണമെങ്കിൽ ഇനി മെയ് 16 കഴിയണം. കുട്ടനാട്ടിൽ ചെങ്ങറ സുരേന്ദ്രൻ ലീഡ് ചെയ്യുമെന്നും LDF മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കുട്ടനാട് MLA തോമസ് ചാണ്ടി. കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയുള്ള വിധിയെഴുത്താണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നതെന്ന് തോമസ് ചാണ്ടി MLA പറഞ്ഞു. കൈനകരിയിൽ KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെങ്ങറ സുരേന്ദ്രൻ തീർച്ചയായും നല്ല വിജയത്തിൽ കുട്ടനാട്ടിൽ ലീഡ് നേടും എന്നെനിക്ക് ഉറപ്പുണ്ട്. ജനങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ, പ്രത്യേകിച്ച് ഇന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരാണ്. ഇവിടെ പെട്രോൾ വില നിയന്ത്രിക്കാൻ ഇവർക്ക് ഒക്കാതെ വന്നത്, പാചകവാതകത്തിന്റെ വില, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ക്ലേശിപ്പിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ. കൈനഗിരി, കുട്ടമംഗലം 5-6 പോളിംഗ് ബൂത്തുകളിലെ UDF ഏജന്റുമാരെ CPM ഗുണ്ടകൾ അടിച്ചോടിച്ചെന്ന് മാവേലിക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. ഇവിടെ രാവിലെ 7 മുതൽ 11 വരെ കള്ളവോട്ട് നടന്നതായും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഈ 2 ബൂത്തുകളിലും റീപോളിംഗ് നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കൈനകരിയിൽ KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. എല്ലാ കാലത്തുള്ള സംഭവത്താണ് ആവർത്തിച്ചത്. കൈനകരിയിലെ കുട്ടമംഗലം എന്നൊരു സ്ഥലമുണ്ട്. കൈനകരിയിൽ അവിടെ SNDP സ്കൂളുണ്ട്. അവിടെ 2 ബൂത്തുണ്ട്. ബൂത്ത് നമ്പർ 5ഉം 6ഉം. അവിടെ എല്ലാ കാലത്തും CPMന്റെ ഗുണ്ടകൾ അവിടെ ഇരിക്കുന്ന UDFന്റെമാരെ അടിച്ചോടിച്ചിട്ട് കള്ളവോട്ടിക്കുക എന്നുള്ളതാണ്. ഇത് ബൂത്ത് പിടിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഇത്തവണയും ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ, കളക്ടർ പരാതിപ്പെട്ടു, SP കൊടുത്തു. അവിടെ ഇങ്ങനെ സാഹചര്യമുണ്ട്, അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഏജന്റുമാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് പറയുന്നു. പക്ഷെ അത് അത്ര ഗൗരവമായിട്ട് ഒരു കണ്ടില്ല തോന്നുന്നു. അതുകൊണ്ട് രാവിലെ 6:45 വന്ന 5ാം ബൂത്തിൽ വന്ന പ്രമോദ് എന്ന് പറയുന്ന നമ്മുടെ ഏജന്റിനെ അതിഭീകരമായി മർദ്ദിച്ചു. അത് എണീറ്റിരിക്കാനും വയ്യ, കടക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത സ്ഥിതി മർദ്ദിച്ചു. 7 മണിക്ക് പോളിംഗ് ആരംഭിച്ച 5ഉം 6ഉം ബൂത്തുകളിൽ 11 മണി വരെ ഞങ്ങൾക്ക് ഏജന്റുമാരില്ലായിരുന്നു. ഈ സമയത്ത് വ്യാപകമായി കള്ളവോട്ട് അവിടെ നടന്നിട്ടുണ്ട്. 7 മണി മുതൽ 11 മണി വരെ 4 മണിക്കൂർ സമയം അവർ നടത്തിയ കള്ളവോട്ട് അത് വ്യാപകമായി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റീപോളിംഗ് ആവശ്യപ്പെട്ടത്. കേരളത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞതായി NDA സ്ഥാനാർത്ഥി P. സുധീർ. മാവേലിക്കര മണ്ഡലത്തിലെ യുവാക്കൾ BJPക്കൊപ്പമാണെന്നും P. സുധീർ. തിരുവനന്തപുരത്ത് O. രാജഗോപാൽ ഇത്തവണ വിജയിക്കും. അതിനുള്ള അനന്ത സാധ്യതകളാണ് നിലനിൽക്കുന്നതെന്നും മാവേലിക്കര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. സുധീർ KCB വാർത്തകളോട് സംസാരിക്കവേ പറഞ്ഞു. നമ്മൾ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും യാത്ര ചെയ്ത സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷവും പ്രതികരണവുമാണ് സാധാരണ വോട്ടർമാരുടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇത്തവണ ഒരു വലിയ മുന്നേറ്റം, കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് ഒരു വലിയ മുന്നേറ്റം BJPക്ക് കാഴ്ചവെക്കാനാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് യുവ വോട്ടർമാർ BJPക്ക് അനുകൂലമായിട്ട് വിധി എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ വോട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ആണ്. അവിടെ തിരുവനന്തപുരത്ത് അവിടുത്തെ ജനങ്ങൾ O. രാജഗോപാൽ ജയിച്ചു വരണമെന്ന് വളരെ വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹം ജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മറ്റ് സ്ഥാനാർത്ഥികളെക്കാട്ടും എതിർ സ്ഥാനാർത്ഥികളെക്കാട്ടും ബഹുദൂരം വളരെയധികം അദ്ദേഹം മുന്നിലാണ്. ജനങ്ങളെല്ലാം അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ.
പുതുവൽ ചെറുകാപ്പ് കോളനി നിവാസികളുടെ പ്രതിഷേധം ഇരമ്പി നൂറുകണക്കിന് വോട്ടർമാർ വോട്ട് ബഹിഷ്കരിച്ചു. മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങളെ കബളിപ്പിക്കുന്നതായി കോളനി നിവാസികൾ. ഏകദേശം 400 വർഷത്തോളം പാരമ്പര്യം പറയാനുള്ള ചെറുകാപ്പ് പുതുവൽ ഹരിജൻ കോളനി നിവാസികളെ വോട്ടിനു വേണ്ടി മാത്രം സമീപിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു വോട്ട് ബഹിഷ്കരണം. ആയിരത്തോളം വരുന്ന കോളനി നിവാസികൾക്ക് സഞ്ചരിക്കാൻ ഒരു നല്ല വഴി പോലുമില്ല. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന വഴിയിലൂടെയാണ് കോളനിക്കാർ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാണ്ടി MLA പുതുവൽ നിവാസികൾക്ക് റോഡ് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം വിജയിച്ചതിനു ശേഷം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കൊടിക്കുന്നിൽ സുരേഷ് ചെറുകാപ്പ് പുതുവൽ കോളനിവാസികളുടെ അവകാശം നേടിത്തരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും ഇവയെല്ലാം ജലരേഖയായതായും കോളനിവാസികൾ ആരോപിക്കുന്നു. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഈ പുതുവലിനോട് കാണിച്ചിട്ടുള്ള 7ാം വാർഡിലെ ഈ ചെറുകാപ്പ് ഹരിജൻ കോളനി നിവാസികളോട് കാണിച്ചിട്ടുള്ള അവഗണന വളരെ നിന്ദ്യമാണ്. അതിന്റെ സൂചനയാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്ന് രാവിലെ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ പച്ചവെള്ളം കുടിക്കാതെ കുട്ടികളടക്കമുള്ള ആളുകളുമായിട്ട് ഇവിടെ വന്ന് ഇത്തരത്തിലൊരു സമരം ഇവിടെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഡോക്ടർ KC ജോസഫ് MLA ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. MLA MP എല്ലാവരും പുതുവലിൽ വെള്ളപ്പൊക്ക സമയത്ത് വരും. പക്ഷെ ഇന്ന് വരെ ഏതാണ്ട് 100 വർഷത്തിനടുത്തായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഹരിജൻ കോളനിയാണ്. ഈ കോളനിക്ക് വേണ്ടിയിട്ട് ഒരു വികസന പ്രവർത്തനം നടത്താനായിട്ട് ഒരു മന്ത്രി ഒരു MLA തയ്യാറായിട്ടില്ല. ഇവരും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ? എന്താ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിക്കുന്നത് പട്ടികജാതി കോളനികൾക്കാണ്. പക്ഷെ ഇവിടെ വികസനം എത്താത്ത എന്താണ്? അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം, കുട്ടികളെ സ്കൂളിൽ വിടണമെങ്കിൽ മറ്റുള്ള സ്കൂളിൽ വിടണമെങ്കിൽ റോഡില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് രാത്രി കാലങ്ങളിൽ അസുഖം വന്ന രോഗിയെ കൊണ്ട് ആശുപത്രിയിലെത്താൽ രോഗി മരിക്കുന്ന അവസ്ഥ. ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഞങ്ങൾ ഈ റോഡ് തുടക്കം, അടുത്ത സമരം എന്ന് പറയുന്നത് റോഡിന്റെ മെയിൻ തുടക്കം എന്ന് പറയുന്നത് കൂത്തപ്പള്ളി കോളനിയാണ്. ആ കോളനിയിൽ നിന്ന് റോഡ് മുറിച്ചുകൊണ്ടുള്ള സമരമായിരിക്കും. ഡീസൽ മറിച്ചു വിൽക്കാൻ ശ്രമം, പുളുങ്ങുന്ന സ്വദേശി അറസ്റ്റിൽ. ജങ്കാർ കടവിന് സമീപം 50 ലിറ്റർ ഡീസലും 5 ലിറ്റർ പെട്രോളുമായാണ് പുളുങ്ങുന്ന കല്ലുങ്കൽ ഔസേബ് ജോസഫിന്റെ മകൻ സാജനെയാണ് പുളുങ്ങുന്ന സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ, ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല.
പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വെട്ടിലായി. ഭാര്യയുമൊത്ത് വോട്ട് ചെയ്യാൻ വന്നതായിരുന്നു ഇദ്ദേഹം. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് നാട്ടുകാരും LDF പ്രവർത്തകരും വാഹനം തടയുകയായിരുന്നു. സംഭവം പുറത്തായതോടെ തഹസീൽദാർ വാഹനം പരിശോധിക്കുകയും വാഹനത്തിൽ നിന്നും തിരഞ്ഞെടുപ്പ് മാസികകളും ചില പ്രസിദ്ധീകരണങ്ങളും കണ്ടെടുത്തു. പരിശോധനയ്ക്ക് ശേഷം വാഹനം പോലീസിന് കൈമാറി. KT ഇതിഹാസിനെതിരെ പോലീസ് കേസെടുത്തു. 2400 കോടിയുടെ കുടിശ്ശികയിൽ ഗണ്യമായ ഒരു വിഹിതം ലഭിക്കാതെ പണികൾ പുനരാരംഭിക്കുകയോ പുതിയ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിനോ കരാറുകൾ തയ്യാറാവില്ലെന്ന് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഉടൻ യോഗം വിളിക്കാമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. 21-ന് തിരുവനന്തപുരത്ത് ചേരുന്ന സമിതി യോഗം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ധനകാര്യമന്ത്രിയുടെ കൂടെ സൗകര്യം അറിഞ്ഞ് ധനകാര്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും കൂടെ സൗകര്യം അറിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് എത്രയും വേഗം വിളിച്ചുകൂട്ടി കരാറുകാരുടെ പ്രതിനിധികളെയും പിന്നെ ഉദ്യോഗസ്ഥന്മാരെയും കൂടെ വെച്ചിട്ട് എന്നൊരു ഉറപ്പ് നൽകുകയുണ്ടായി. അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടപ്പോൾ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ കണ്ടേ ഉടനെ LC ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ പേപ്പർ ഇതൊന്നും കണ്ടില്ല, നെറ്റിലൊന്നും വന്നിട്ടില്ല. എങ്കിലും 16-ാം തീയതി മാറുന്നതിന് മുമ്പ് ഒരു മാസത്തെ 2013 ജൂലൈ മാസത്തെ പൈസയും നബാർഡിൻ്റെ പൈസയും, നബാർഡ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പൈസയാണ്, അത് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് തരാതിരിക്കായിരുന്നു. ആ പൈസയും പിന്നെ 13-ാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് അനുസരിച്ചുള്ള തുകകളുണ്ട്, അതും തരാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അത് നെറ്റിൽ ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷ നിൽക്കുന്നു. ഏതായാലും 16-ാം തീയതി മാറുന്ന തരത്തിൽ അത് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വർഗീസ് കണ്ണമ്പള്ളി, മുഹമ്മദ് ഇസ്മയിൽ, നൌഷാദ് അലി, PC ജോസ്, N കമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പോളിംഗ് റിസർവ് ജീവനക്കാർക്ക് ഭക്ഷണവും വെള്ളവും നൽകിയില്ല. ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ അലവൻസ് നൽകി. കുട്ടനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വന്ന റിസർവ് ജീവനക്കാർക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യവും നൽകാതിരുന്നതിനെതിരെ ജീവനക്കാർ പ്രതിഷേധിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി കുട്ടനാട്ടിൽ വന്നവരായിരുന്നു ഇവർ. ഇന്നലെ 150 പൈസ ചോദിച്ചപ്പോ പറഞ്ഞു നാളെ തരുമെന്ന് പറഞ്ഞു. ഇന്ന് ചോദിച്ചപ്പോ കാശ് ഡ്യൂട്ടിയിലുള്ളവർക്ക് ഏതെങ്കിലും അത്യാഹിതമുണ്ടായാൽ പകരം ഉപയോഗിക്കാനാണ് റിസർവ് ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചിരുന്നത്. രാവിലെ 6ഓടെ എത്തിയ ജീവനക്കാർക്ക് ഡ്യൂട്ടി നൽകാനോ മറ്റ് നിർദ്ദേശങ്ങൾ നൽകാനോ അധികൃതർ തയ്യാറായില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പരാതി. ജോലിക്ക് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ വരുത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സ്വന്തം താമസ സ്ഥലത്ത് വോട്ട് ചെയ്യാനും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഡ്യൂട്ടിയുള്ള സ്ഥലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിയുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ EDC ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇവിടെയും വോട്ട് ചെയ്യാനായില്ല. വണ്ടിക്കാർ 2 ദിവസമായിട്ട് ഇവിടെ കഷ്ടപ്പെടുവാണ്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടുന്നില്ല. ഇവിടെ ഈ പൊരുവേലത്ത് ഞങ്ങളെല്ലാം കഷ്ടപ്പെടുക. എന്നിട്ടും അവർ പറയാം 10 മണിക്ക് റിലീസ് ചെയ്യാന്ന് പറഞ്ഞ ഒരൊറ്റ വണ്ടി ഇവിടുന്ന് വിട്ടിട്ടില്ല. അവരുടെ നിരുത്തരവാദിത്തമായിട്ടുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഭക്ഷണം എല്ലാം ഉണ്ട്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം. ഈ മാസം 14, 17 തീയതികളിൽ രാവിലെ 10 മുതൽ 3 മണി വരെ മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ വൈദ്യുതി ചാർജ് സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചരമവാർത്തകൾ. തലവടി മുട്ടത്ത് വീട്ടിൽ രാധാമണി നിര്യാതയായി 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കൈനഗിരി കരിഞ്ഞുണങ്ങുന്നു. ചേന്നങ്കരിക്കാർക്ക് തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളമില്ല. ഉണങ്ങി വരേണ്ട തൊണ്ടയുമായി വൃദ്ധയുടെ പ്രാക്ക് ജനപ്രതിനിധികൾക്ക് നേരെ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ 71.2% പോളിംഗ്. ആലപ്പുഴയിൽ 78.8% പോളിംഗ് രേഖപ്പെടുത്തി. കണക്കിലെ കളികളും അവകാശവാദങ്ങളും ഉയർത്തി മുന്നണികൾ.
അവകാശവാദങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നേതാക്കൾ ചെങ്ങറ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് തോമസ് ചാണ്ടി. കൈനകരി റീപോളിംഗ് നടത്തണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. യുവാക്കൾ തുണയ്ക്കുമെന്ന് പി സുധീർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.